ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് ഒരുപാട് പേര് പോസിറ്റീവായിട്ട് കമൻറ്റ് ഇട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കുറേ നേരം മാറി നിന്നല്ല കേട്ടോ. എല്ലാം മിക്കവരും പോസിറ്റീവായിട്ടാണ് കമൻറ്റ് ഇട്ടത്. ആരും ബാഡായിട്ട് കമൻറ്റ് ഇട്ടില്ലേ. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ എന്നും സംസാരിക്കാൻ വരാമെന്ന് തന്നെ വിചാരിച്ചോട്ടെ. എന്നും അല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ സംസാരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഒരു പ്രേതത്തിൻ്റെ കാര്യം പറയാനാണേ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കഥ പറയണമല്ലോ. ഞാനുണ്ടല്ലോ പണ്ട് പ്രേതങ്ങളുടെ സിനിമയൊക്കെ കാണുന്ന സമയത്തേ, അതായത് ഞാനൊരു എക്സാമ്പിൾ പറയും. നമ്മുടെ ആകാശഗംഗ സിനിമ, ഞാൻ കുട്ടിയായിരുന്ന സമയത്താണ് കേട്ടോ ഈ ആകാശഗംഗ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ആകാശഗംഗ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ നാൾ ഒരു മാസത്തോളമൊക്കെ ഞാൻ പുറത്തൊന്നും രാത്രി ഇറങ്ങത്തേ ഇല്ല. ബാത്റൂമിലൊക്കെ രാത്രി പോകാൻ വേണ്ടി അമ്മ ഇങ്ങനെ വിളിക്കും, അമ്മ എനിക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി എത്ര അർദ്ധരാത്രിയായാലും അമ്മയെ കൂടെ വിളിച്ചുകൊണ്ട് പോവുക. തൊട്ട് പുറകിൽ ആരോ വന്ന് നിൽക്കുന്ന പോലൊരു ഫീല് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ പ്രേതങ്ങളുടെ സിനിമയൊക്കെ കാണുമ്പോൾ? അപ്പോൾ ഇനി എനിക്കൊരു ഡൗട്ടായി. നമ്മുടെ വെള്ളി നക്ഷത്ര സിനിമയില്ലേ, വെള്ളി നക്ഷത്ര സിനിമയിലെ ജഗതി ശ്രീകുമാർ ഇങ്ങനെ പ്രേതത്തിൻ്റെ കാലിങ്ങനെ ആക്കുമ്പോഴേ, കാലിന് പാവാട മാറ്റുമ്പോഴേ കാല് കാണാറില്ലല്ലോ. അപ്പം മിക്ക സിനിമകളിലും പറയും കേട്ടോ നമ്മുടെ പ്രേതങ്ങൾക്ക് കാലില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് നമ്മളെ ഈ പ്രേതങ്ങൾ വരുമ്പോൾ അതായത് സിനിമകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പ്രേതങ്ങൾ വരുമ്പോൾ ഒരു കൊലുസിൻ്റെ സൗണ്ട് കേൾക്കാറില്ലേ? കൊലുസിൻ്റെ സൗണ്ടാണ് പ്രേതങ്ങളുടെ എല്ലാം കൊലുസിൻ്റെ സൗണ്ട് കാണിച്ചിട്ടാണ് നമ്മുടെ പ്രേതത്തിനെ കാണിക്കുന്നത്. അപ്പോൾ പ്രേതത്തിന് കാലില്ല, പിന്നെ എങ്ങനെ ഈ കൊലുസിൻ്റെ സൗണ്ട് കേൾക്കുന്നത്? പ്രേതം കയ്യിൽ കൊണ്ടുവരുമോ കൊലുസ്? അതെനിക്ക് എപ്പോഴും ഡൗട്ടാണ് കേട്ടോ. അതെന്താ അങ്ങനെ? അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോ, അതെന്താ സംഭവം എന്ന്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടോ കേട്ടോ.